പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് എല്ലാ മനുഷ്യരും ശിക്ഷാവിധിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞു പോയ മാസങ്ങളിൽ ഏതാനും മാസങ്ങളായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഏതാനും മാസങ്ങളായി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് ശുശ്രൂഷകൾ നടത്തിയിട്ട് ചില അസൗകര്യങ്ങൾ നേരിട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. വീണ്ടും നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ അത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷകളെ പ്രധാനമായിട്ട് ഓർക്കുക. ചിലപ്പോൾ ചിലർ ചിന്തിച്ച് കാണും, ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നൊക്കെയുള്ളൊരു ചിന്ത വന്ന് കാണും. എന്തായാലും ആരും എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്തതെന്ന് ആരും ചോദിച്ചില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും കർത്താവിൻ്റെ കൃപയാൽ ഇപ്പോൾ നമ്മൾക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അതിന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്നു എന്നുള്ള വചനം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന ഒരു വിശ്വാസ മേഖല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അതിൽ വിധിയെക്കുറിച്ച് ഒരുപാട് വിധിയുടെ മേഖലകൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു മേഖലയാണ് ശിക്ഷാവിധി എന്ന് പറയുന്ന ഒരു മേഖല. ശിക്ഷാവിധി ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കെല്ലാം ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധി എന്താണെന്നും അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും ആർക്കെല്ലാമാണ് ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളതും എന്ന് പറയുമ്പം വിശ്വാസം വഴി നമുക്കതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റും. എങ്കിലും നിരവധി പേർ ഇപ്പോഴും ഈ ശിക്ഷാവിധിയിലായിരുന്ന മനുഷ്യർ സത്യം അറിയാത്തത് കൊണ്ട് ശിക്ഷാവിധിയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെയും കൂടെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പ്രധാനമായിട്ടൊന്ന് കേൾക്കണം. ആരും സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകരുത്. നമ്മൾ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ശുശ്രൂഷകളാണ് പ്രധാനമായിട്ടും നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേര് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് അറിയാതെ അജ്ഞതയിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. അപ്പം കർത്താവ് നൽകിയ ഒരു സന്ദേശം അനുസരിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക്, ഒരു 10-15 പേര് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പുകൾക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പങ്കുവെച്ച് കൊടുക്കുക എന്നൊരു സന്ദേശം കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള മക്കൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള മക്കൾക്ക്, മറ്റ് ഭാഷകളുള്ളവർക്കുമുണ്ട്. എനിക്ക് മറ്റ് ഭാഷകളൊന്നും അധികം പരിചിതമല്ല, അറിയില്ല. അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു മലയാളികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മലയാളികളായിട്ടുള്ള മക്കൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കുവാനുള്ള ഒരു സംവിധാനം കർത്താവ് ഒരുക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 10-15 പേരുള്ള ഗ്രൂപ്പുകളിൽ നമുക്കത് പങ്കുവെച്ച് എല്ലാവരെയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽപ്പെടുന്ന ഓരോ വ്യക്തിയും വ്യക്തമായിട്ട് ഈ മേഖലയെക്കുറിച്ച് അവർ അറിയണം, അവർ മനസ്സിലാക്കിയിരിക്കണം, അവർക്ക് ബോധ്യപ്പെടണം എന്താണിതെന്നുള്ളതിനെക്കുറിച്ച്. പലപ്പോഴും കർത്താവിൻ്റെ വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വരാത്തത്, താമസിക്കുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അതിനകത്ത് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ കർത്താവ് എന്തായാലും തീർച്ചയായിട്ടും വരുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് നീണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ ചിന്തിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് നേരത്തെ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുക, തീർച്ചയായിട്ടും നാം എല്ലാവരും അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരും ഒരുങ്ങുന്നവരും ആയിരിക്കണം. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക്, അത് ചുമ്മാതെയുള്ള ഒരു ഒരുക്കമല്ല, ദൈവം വചന അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞതിൻ്റെ രീതിയിൽ ഒരുങ്ങണം. അപ്പോൾ ആ രീതി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് അതിൽ പങ്കുവയ്ക്കപ്പെടുക. അപ്പോൾ ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളും ഈ സത്യം അറിയണം. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അപ്രകാരമുള്ള ചെറു ചെറു കൂട്ടായ്മകളിൽ നമുക്ക് അത് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളും തയ്യാറാകണം. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നിങ്ങൾ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ മാനസിക നിലകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുവാൻ തുടങ്ങി. ഈ വാക്സിൻ എടുത്തതിന് ശേഷം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിന്മയുടെ അജ്ഞാത ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് പേര് സ്നേഹത്തിൽ നിന്ന് മാറി വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും മറ്റു മേഖലകളിലും കഴിഞ്ഞുകൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കടബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ആകുലത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നൊരവസ്ഥ ഇന്ന് ലോകത്തിലുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോവുക. അപ്പോൾ ഈ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉഴലുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നു, ജീവിതം അവസാനിപ്പിക്കുന്നു, കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെ അവരത് ധ്യാനം കൂടാൻ പറഞ്ഞാലും അതൊന്നും വലിയ കാര്യമില്ല, കുറേ ധ്യാനം ഞാൻ കൂടിയതാണ്, രക്ഷപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു നിരാശ കഴിയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി താമസിച്ചുള്ള ധ്യാനങ്ങൾ, ഓൺലൈൻ ധ്യാനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ധ്യാനം ഈ വരുന്ന 14, 15, 16 തീയതികളിൽ എന്ന് വെച്ചാൽ ഈ വരുന്ന അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയുണ്ട്. അപ്പോൾ നിരവധി പേരെ ഇത് അറിയിക്കണം. താല്പര്യമുള്ളവർ അതിൽ പങ്കെടുത്ത് ദൈവജനത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് എങ്ങനെയാണ് പരിഹാരം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി കർത്താവിലൂടെ മാത്രമേ നമ്മുടെ ഏത് പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുള്ളൂ. താൽക്കാലികമുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാളെ സഹായിക്കാനായിട്ട് പലരും കാണും, പക്ഷേ അത് താൽക്കാലികമാണ്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക പരിഹാരങ്ങളല്ല നമുക്ക് വേണ്ടത്, ശാശ്വത പരിഹാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് ഒരുങ്ങണം, അതിനുവേണ്ടി ശ്രമിക്കണം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിലേക്കൊന്ന് കടന്നു വരാം. എല്ലാ മനുഷ്യരും ശിക്ഷാവിധിയിലാണ്. എന്താണ് ശിക്ഷാവിധി എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിച്ചു വന്നാലേ കുറച്ചും കൂടെ നമുക്കത് ഒന്ന് ക്ലിയർ ആവുകയുള്ളൂ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. എഴുതി വച്ചിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം, വിശ്വസിക്കാത്തത് കൊണ്ട് നേരത്തെ തന്നെ, വിശ്വസിക്കാതിരുന്ന കാലം മുതൽ തന്നെ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതൊരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ അപ്പൻ ഒരു യേശു വിശ്വാസിയല്ലെങ്കിൽ, യേശുവിനെ അറിയാം, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ വിശ്വാസം കുറച്ചൊരു ആഴപ്പെട്ട മേഖലയാണ്. അപ്പോൾ ഭക്തിയുണ്ട്, അതല്ല വിശ്വാസം. അപ്പോൾ അമ്മ ആ വിശ്വാസമല്ലെങ്കിൽ അവരിലൂടെ ജനിച്ച കുഞ്ഞും തീർച്ചയായിട്ടും ഒരു വിശ്വാസമില്ലാത്ത കുഞ്ഞായിട്ട് തന്നെയാണ് ജനിക്കപ്പെടുക. അപ്പോൾ ഇവിടെ നിരവധി പേര് ഇപ്രകാരമുള്ള ഒരു ശിക്ഷാവിധിയിൽ ജനിക്കുന്നു, ജീവിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്താണ് ശിക്ഷാവിധി? 19-ാം തിരുവചനം, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരിക്കുന്നു. അപ്പോൾ ഈ തിന്മ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ശിക്ഷാവിധിയിലാണ്. അപ്പോൾ തിന്മയുള്ള എല്ലാ മനുഷ്യരും ശിക്ഷാവിധിയിലാണ്. കാരണം അവർ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ശിക്ഷാവിധിയിൽ കിടക്കുന്നത്. പാപമെന്ന് പറയുന്ന മേഖല തന്നെ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് നമ്മളിത് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പാപത്തിൻ്റെ മേഖല ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്നത് ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തതിൻ്റെ ആരംഭമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനം നമ്മൾ വായിച്ചു വരുമ്പോൾ
എൻ്റെ 9-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. കണ്ടോ? അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക, യേശുവിൽ വിശ്വസിക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നു. അപ്പോൾ വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തിന്മയാണ്. അപ്പം വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പള്ളിയിൽ പോകാൻ പറ്റും, ബൈബിൾ പറയാൻ പറ്റും, വചനം പറയാൻ പറ്റും, പക്ഷേ അത് വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ തീർച്ചയായിട്ടും ശിക്ഷാവിധിയിലാണ്. ഈ റോമാക്കാർക്കത്തെ ലേഖനം 5-ാം അധ്യായത്തിന് 18 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും, ആദത്തിൻ്റെ പാപം, ആദത്തിൽ ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആദം പാപം ചെയ്തത് വഴി ഭൂമിയിലേക്ക് ശിക്ഷാവിധി കടന്നു വന്നു. അപ്പോൾ ആദത്തിൻ്റെ സകല സന്തതികളുടെ മേലും ശിക്ഷാവിധിയുണ്ട്. ഇതെങ്ങനെയാണ് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും, അത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശുവിൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി വഴി എല്ലാവരും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. അപ്പോൾ ശിക്ഷാവിധിയെ ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാൾ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കും. റോമാക്കാർക്കത്തെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പ്രസൻറ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഏത് നിമിഷമാണോ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുക. എന്താ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുക? ക്രിസ്തു പറയുന്നത് പോലെ ജീവിക്കുക, ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക, ദൈവഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ഹിതം ദൈവത്തെക്കൊണ്ട് സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു വലിയ ഉള്ളിൽ കിടക്കുന്ന ഒരു 100% വേണമെങ്കിൽ പറയാം, പ്രാർത്ഥനകളുടെ എല്ലാം ആന്തരികമായി കിടക്കുന്ന ഒരു മേഖല കാര്യസാധനങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ആഗ്രഹം മനുഷ്യർക്ക് നല്ലതാണ്, പക്ഷേ ദൈവത്തിന് കുറേ കാര്യം എനിക്ക് ലഭിക്കണം. കടം മാറണം, രോഗം മാറണം, കഷ്ടപ്പാട് മാറണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ കർത്താവിലേക്ക് നമ്മൾ തിരിഞ്ഞ് കർത്താവിൻ്റെ ഹിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്കിതെല്ലാം ആവശ്യമാണെന്ന് നമ്മുടെ അപ്പനറിയാം, സ്വർഗീയ പിതാവിനറിയാം. അത് കർത്താവ് കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് നമ്മളെ ആരെയും ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനല്ല ദൈവം വന്നത്. മനുഷ്യൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ്റെ ജീവിത ഭാരം കൂടുന്നു, അവൻ്റെ കഷ്ടപ്പാടുകൾ വർദ്ധിക്കുന്നു. അപ്പം കർത്താവ് പറഞ്ഞ നീ നിൻ്റെ മുഖം എനിക്ക് താ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നീതിപൂർവകമായ പ്രവൃത്തി നിമിത്തം നമ്മളെല്ലാവരും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. അപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24 അത് കൃത്യമായിട്ട് വീണ്ടും പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. കണ്ടോ? ഒന്ന്, എൻ്റെ വചനം കേൾക്കണം, അതനുസരിക്കണം. അത് അനുസരിച്ചാലേ വിശ്വാസം വരുള്ളൂ. എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 17:3 നമ്മൾ വായിക്കുന്നത്, ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. മനുഷ്യന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയെ പൂർണ്ണനാക്കാൻ ഉള്ളതാണ്. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ശാരീരിക അടുപ്പം മാത്രം പോരാ, ഒരു ആത്മീയ അടുപ്പം വേണം, മാനസിക അടുപ്പം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ആവശ്യമാണ്. വചനം നമുക്ക് വളരെ ഗൗരവത്തോടെ ചിന്തിക്കാനും ധ്യാനിക്കാനും ഉൾക്കൊള്ളുവാനും സാധിക്കും. എന്നാൽ ചിലർ വചനത്തെ തമാശ രൂപേണയും
കളിചിരിയായിട്ടും ലാഘവ ബുദ്ധിയോടെയും കൊണ്ടുപോകുന്നവരുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, 66 പറയുന്നുണ്ട്, വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം നമ്മൾ. നമുക്ക് വിറയിലില്ല പലപ്പോഴും. എന്താ വിറയ്ക്കാന്ന് വെച്ചാൽ ആ വിറയ്ക്കുന്ന സ്ഥലം മൊത്തം കുലുങ്ങുമെന്നാണ് അർത്ഥം. അപ്പോൾ ഒരാളൊരു വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ പ്രകൃതി കുലുങ്ങിയെന്നിട്ട് അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വരത്തിൽ. അപ്പോൾ ഒരു ആത്മാവിന് കുലുക്കം തട്ടണം, മനസ്സിന് കുലുക്കം തട്ടണം, ശരീരത്തിന് കുലുക്കം തട്ടുമ്പോഴാണ് സൗഖ്യം വരുന്നത്. കുലുക്കം തട്ടണം. അല്ല ഞാൻ കേട്ടു എന്ന് പറയുന്നത്, കാരണം ഒരു വ്യക്തിയിൽ സ്വീകരിക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാവുക. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരത്തിൻ്റേതായ ഒരു പരിണിത ഫലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ചില ആഹാരം കഴിക്കുമ്പോൾ ചിലർക്ക് അത് വിഷാംശമായിട്ട് രൂപപ്പെട്ട് അത് അവരെ ചിലരെ മരണത്തിലേക്ക് പോലും നയിക്കുന്നു. എന്നാൽ ആ ആഹാരം തന്നെ ചിലർ കഴിക്കുമ്പോൾ അവർക്ക് അത് ആരോഗ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ ഇത് ഉള്ളിൽ നടക്കുന്ന ഒരു പരിവർത്തനമാണ്, ആഹാരത്തിൻ്റെ ഒരു പരിവർത്തനം. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആത്മാവിലൊരു ഇളക്കം തട്ടലുണ്ടാകണം, മനസ്സിലൊരു ഇളക്കം തട്ടൽ, ശരീരത്തിൽ ഇളക്കം തട്ടലുണ്ടാകണം. അല്ലാതെ അപ്പോഴാണ് അനുതാപം വരും. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. കർത്താവെ, ഞാൻ ഇത്രയും നാൾ അങ്ങയുടെ ഔദാര്യത്തിലാണ് ജീവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായി മാറും. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ പണം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ടൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ശിക്ഷാവിധി കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ തീർച്ചയായിട്ടും അവൻ കർത്താവിൽ വിശ്വസിക്കാത്തവനായതുകൊണ്ട് ആ വിധി അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവൻ തീർച്ചയായിട്ടും ഒരു നരകത്തിന് അർഹനായി മാറ്റപ്പെടുന്നു. സ്വർഗത്തിലേക്കോ നിത്യതയിലേക്കോ അവന് പോകാൻ പറ്റുന്നില്ല. നമ്മളിന്ന് ഒരു തീരുമാനമെടുക്കണം. ഇനി ശിക്ഷാവിധി എങ്ങനെയാണ്, ആർക്കെല്ലാമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത സന്ദേശത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരിക്കൽ കൂടി വായിച്ച് ധ്യാനിച്ച് ഉൾക്കൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളാരും നശിച്ചു പോകേണ്ടവരല്ല, എല്ലാ മനുഷ്യരും രക്ഷയിലേക്ക് കടന്നു വരേണ്ടവരാണ്. ഓരോ ആത്മാവിനും കർത്താവ് വ്യക്തമായി വില കൊടുത്തിട്ടുണ്ട്. മനുഷ്യനാണോ, ആ മനുഷ്യന് ആത്മാവുണ്ട്. ആ ആത്മാവിന് കർത്താവ് വ്യക്തമായൊരു വില നൽകിയിട്ടുണ്ട്. ആ വിലയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുക. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടും. അതാ ഈശോ പറഞ്ഞത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനെന്ത് പ്രയോജനം? അതിന് പകരം എന്തു കൊടുക്കും? നമുക്കൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സും ശരീരവും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും ആത്മാവിനെ ബാധിക്കുന്നു. ആത്മാവിലുള്ള ദൈവിക ശക്തിയുടെ നിറവ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. അതിനാണ് നമ്മൾ വചനം കേൾക്കുന്നത്, ധ്യാനിക്കുന്നത്, കർത്താവിനെ അറിയുന്നത്. ഇങ്ങനെ അറിയാതെ കിടക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഒരുപാട് പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, എല്ലാ അറിവും ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ തൃപ്തരായി, ഞങ്ങൾക്കിനി പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കത്തോലിക്കർ അങ്ങനെ കരുതി പോകുന്നവരുണ്ട്. നിരവധി പേർ അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളിൽ, അതോടൊപ്പം തന്നെ ഒരുപാട് തകർച്ചകളിൽ, ദുരിതങ്ങളിൽ, ദുർമരണങ്ങളിൽ, ആത്മഹത്യകളിൽ, മറ്റ് കുടുംബ തകർച്ചകളിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നോ രണ്ടോ പേരെ രക്ഷിക്കാനല്ല, ഈ ലോകത്തിലുള്ള സകല വ്യക്തികൾ. അതുകൊണ്ടാണ് മനുഷ്യനായി വന്ന് മനുഷ്യൻ രക്ഷിക്കാനാണ് അവിടുന്ന് കടന്നു വന്നത്. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാം. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം. നിങ്ങൾ സാധിക്കുന്നവർ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം വരവിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ, കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമൊക്കെ എത്തിക്കാൻ തക്കവിധം ഒരു ക്രമീകരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിരവധി പേര് കർത്താവിനെ അറിയട്ടെ, അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ, നിരവധിയായ കൃപകളാൽ നിറയപ്പെട്ട് ആരെയും ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ വിശുദ്ധ ജീവൻ നയിക്കുന്നതായി രൂപാന്തരപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ 1-ാം തീയതി മുതൽ ഇവിടെ
21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ കുടുംബത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിൽ വയ്ക്കുന്നുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ മക്കൾക്കും പകർന്നു കൊടുക്കുക. നമുക്ക് സാധിക്കുന്നിടത്തോളം സമയങ്ങൾ കണ്ടെത്തി ഇതുപോലെ യൂട്യൂബ് ശുശ്രൂഷകൾ പങ്കുവയ്ക്കുന്നതാണ്. നിരവധി പേർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുക. നിരവധി പേർ കാണുകയും കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഒരു പുതിയ ജീവൻ നയിക്കുവാൻ നമുക്കെല്ലാവർക്കും, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ജീവൻ നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും, നിങ്ങളുടെ ഭവനങ്ങളെയും, നിങ്ങളുടെ എല്ലാ തൊഴിൽ മേഖലകളെയും, എല്ലാ മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ടതിന് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.